ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ചരിത്രം എന്ന് പറയുന്നത് നബി കരഞ്ഞു. അപ്പോൾ നമ്മുടെ നബി എന്തിനാണ് കരയുന്നത് ഒന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് അറബികൾ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളെയാണ് സ്നേഹിച്ചിരുന്നത്. ആൺകുട്ടികൾ ശക്തരാണ്, അവർ കഠിനമായി പണിയെടുക്കും, മാതാപിതാക്കൾക്കും കുടുംബത്തിനും നേട്ടങ്ങളും ഉണ്ടാക്കും. പെൺകുട്ടികളാണെങ്കിലോ അവർ അബലകൾ, പാവങ്ങൾ, രക്ഷിതാക്കൾക്ക് തലവേദന, ഭൂമിക്ക് തന്നെ ഭാരം. ഇതൊക്കെയായിരുന്നു അറബികളുടെ വിചാരം. ദുഷ്ടചിന്ത മൂത്ത ചില പിതാക്കന്മാർ പെൺകുഞ്ഞുങ്ങളുടെ ജീവനോടെ കുഴിച്ചു മൂടാനും മടിച്ചിരുന്നില്ല. അത്തരത്തിൽ ഒരു പിതാവുണ്ട് നമ്മുടെ ഈ കഥയിലും. അറിവില്ലാത്ത കാലത്ത് ചെയ്തു പോയ അപരാധം അയാളെ എന്നെന്നും ദുഃഖിപ്പിച്ചു. അക്കഥ നബിയോട് ഒരാൾ പശ്ചാത്താപത്തോടെ ഏറ്റുപറഞ്ഞു. അയാൾക്ക് ഒരു നല്ല മകളുണ്ടായിരുന്നു, നല്ല ചന്തമുള്ള കുട്ടി. ഉപ്പയോട് അവൾക്ക് എന്തിഷ്ടമായിരുന്നെന്നോ. ഉപ്പ വീട്ടിലെത്തിയാൽ അവളോടൊന്നിച്ച് അയാളുടെ കഴുത്തിൽ തൂങ്ങി തെരുതെരാ ഉമ്മ വയ്ക്കും. പക്ഷെ അയാൾക്ക് അവളോട് ഒട്ടും സ്നേഹമുണ്ടായിരുന്നില്ല. ഈ മകൾ തനിക്ക് ഭാരമാണ്, അപമാനമാണ്, ഇവളെ എങ്ങനെയെങ്കിലും കൊന്നു കളയണം. ഇതായിരുന്നു പലപ്പോഴും അയാളുടെ ദുഷ്ടചിന്ത. ഒരു ദിവസം അയാൾ മകളെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഉപ്പയോടൊപ്പം അവൾ തുള്ളിച്ചാടി പുറത്തിറങ്ങി. പാവം, അതൊരു ഉല്ലാസയാത്രയായിരുന്നു എന്നായിരുന്നു അവളുടെ വിചാരം. മകളെയും കൊണ്ടയാൾ ആ പൊട്ടക്കിണറ്റിൻ്റെ അടുത്തെത്തി. അയാളിലെ പിശാച് ഉണർന്നു. ദുഷ്ടൻ ആ കുഞ്ഞിനെ തൂക്കിയെടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു. ഉപ്പാ, ഉപ്പാ, എൻ്റെ ഉപ്പ. സ്നേഹനിധിയായ ആ മകൾ അപ്പോഴും പിതാവിനെ വിളിച്ചു തന്നെയാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. കളങ്കമറിയാത്ത ആ കുഞ്ഞിൻ്റെ ദയനീയമായ കരച്ചിൽ അയാളുടെ കരളിലേക്ക് അറിയില്ല. പാവം കുട്ടി ആ പൊട്ടക്കിണറ്റിൽ ഭക്ഷണമില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ, സഹായത്തിന് ആരുമില്ലാതെ പട്ടിണിയും ഏകാന്തയുമായി ദിവസങ്ങളോളം കിടന്ന് തേങ്ങി തേങ്ങി കരഞ്ഞ് ഒടുവിൽ അവൾ മരിച്ചു. ഈ കഥ കേട്ട് പ്രവാചകന്റെ കരൾ അലിഞ്ഞുപോയി. തിരുനേത്രങ്ങളിൽ നിന്ന് കണ്ണുനീർ ധാരധാരമായി പ്രവഹിച്ചു. തിരുമുഖം ചുവന്നു തൊടുത്തു. താടിരോമങ്ങളെല്ലാം കണ്ണീരിൽ കുതിർന്നു. ഈ രംഗം കണ്ട ശിഷ്യന്മാരും കരഞ്ഞുപോയി. പ്രവാചകൻ ഇങ്ങനെ കരയുന്നത് മുമ്പ് ആരും കണ്ടിട്ടില്ല. കത്തിത്തുടങ്ങും മുമ്പ് തിരിയണഞ്ഞു പോയ നിർഭാഗ്യവതികളുടെ കാര്യമോർത്താൽ ഹൃദയവാലുവായ ആ പ്രവാചകൻ കരയാതിരിക്കുന്നത് എങ്ങനെ? അതെ, നമ്മുടെ പ്രവാചകൻ നല്ലൊരു മനുഷ്യനാണ്, നല്ല സ്നേഹമുള്ള ഒരാളാണ്. ഈ കുഞ്ഞു ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.